മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ ശിശുവാം നിന്നെ സർവശക്തൻ സ്വീകരിച്ചല്ലോ. ദൈവത്തിൻ്റെ വൈദികന്മാർ ആദരവോടെ കാഴ്ചയപ്പം നൽകി നിന്നെ പള്ളിയിൽ പോറ്റി. ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ നമസ്കാരത്തിലും വിശുദ്ധ കുർബാനയിലും ഓർത്തഡോക്സ് സഭ വിശുദ്ധ മാതാവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്ത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്നതിലുപരി ദൈവത്തെ പ്രസവിച്ചവൾ അഥവാ ദൈവമാതാവ് എന്നുള്ള വിശേഷണം നിക്യ വിശ്വാസ പ്രമാണത്തിൽ കൂട്ടിച്ചേർത്തു. വിശുദ്ധ മറിയാം നിത്യകന്യകയായിരുന്നു എന്നും എല്ലാ വിശുദ്ധന്മാരിലും അവൾ അഗ്രഗണ്യെന്നും സഭ പഠിപ്പിക്കുന്നു. പരിശുദ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മാതാവിനെയാണ് അനുസ്മരിക്കുന്നത്. പരിശുദ്ധ കന്യകയിൽ നിന്നും ജഡം ധരിച്ച് ലോകത്തിൽ ജീവിച്ച് ശ്ലീബായാഗത്താൽ പിതാവിനെയും മനുഷ്യരായ ഞങ്ങളെയും തമ്മിൽ സംയോജിപ്പിച്ച മശിഹാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ മാതാവിൻ്റെയും പരിശുദ്ധ ദീർഘദർശിമാരുടെയും ഓർമ്മയെ പരിഗണിച്ച് ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ശുശ്രൂഷകൾ കൈക്കൊള്ളണമേ എന്ന് നാം പ്രഭാത നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിഷ്ഠയെ നിന്നെ പറ്റ എന്ന് തുടങ്ങുന്ന പാട്ട് മുതൽ ശ്ലീബാ നമസ്കാരത്തിൻ്റെ അവസാനം വരെയും വിശുദ്ധ ദൈവമാതാവിൻ്റെ ഗീതങ്ങൾ നാം പാടിസ്തുതിക്കുന്നു. കന്യാവ്രതത്തിൽ അങ്ങേ പ്രസവിച്ച പരിശുദ്ധ കന്യയോടുകൂടെ നാഥാദേവ നിന്നെ സ്തുതിച്ചു പാടുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ എന്ന് നാം പാടി സ്തുതിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:28 പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ മുമ്പിൽ മറിയാൻ നിൽക്കുമ്പോൾ അഗ്നിജ്വാലയെ ചുറ്റപ്പെട്ട ദൂതൻ അടുത്ത് എന്ന് ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിൻ്റെ പുത്രൻ വസിക്കുന്ന മണിമന്ദിരമേ, നിനക്ക് സമാധാനം. നിന്നിൽ പാർക്കുന്നവൻ ധനവാനാകുന്നു. അവൻ എല്ലാ ജനങ്ങളുടെയും ദാരിദ്ര്യം ഇല്ലാതാക്കും. ആരും സഹായമില്ലാത്ത നിന്റെ ദീനതയെ അവൻ മായ്ച്ചു കളയും. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 4-ാം തുപദേനിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും ഓർമ്മ നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവെന്ന് വിശുദ്ധ കന്യാമറിയാമിനെ ആദ്യം വിളിച്ചത് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയായ എലിസബത്താണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:43 എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. നിന്നാൾ സ്തുതിയുടെ രാജമകൾ മുതൽ മോറാനീശമിശിഹ എന്നുവരെയുള്ള ഗീതത്തിൽ സഭയും വിശ്വാസികളുടെ സമൂഹവും വിശുദ്ധ മാതാവും കൂടി ദൈവത്തെ ആരാധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് അർപ്പിക്കുന്ന ഒന്നാമത്തെ ധൂപം ദൈവമാതാവായ കന്യാമറിയാമിന് വേണ്ടി അർപ്പിക്കുന്നു. റോമാസഭ 1854 മാതാവിന് ജന്മപാപം ഇല്ല എന്നുള്ള അമലോത്ഭവ സിദ്ധാന്തം പ്രഖ്യാപിച്ചു. അതായത് മറിയാം അവളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ സമയം തന്നെ ജന്മപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും വിമോചിക്കപ്പെട്ടു എന്നുള്ള സിദ്ധാന്തം ഓർത്തഡോക്സ് സഭകൾ നിരാകരിക്കുകയും മറ്റ് ഏത് ശിശുവും ജനിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് മറിയാമും ജനിച്ചതെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മറിയാം സ്വാഭാവിക മരണമടഞ്ഞ് യെരുശലേമിൽ ഒലിവ് മലയുടെ അടിവാരത്തിലുള്ള ഒരു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് സഭാ പാരമ്പര്യം. മാതാവിൻ്റെ മൃതശരീരം മണ്ണിൽ ചേരുവാൻ അനുവദിക്കാതെ സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയാണുണ്ടായതെന്നുള്ള ഒരു പാരമ്പര്യമുണ്ട്. വിശുദ്ധ മറിയാമിനെ സഭയുടെ പ്രതീകമായി ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ വിശ്വാസത്താലും സമർപ്പണത്താലും വചനമാകുന്ന ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ആ ക്രിസ്തുവിനെ ലോകരക്ഷകനായി നൽകുകയാണ് മറിയാം ചെയ്തത്. സഭയുടെയും ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ദൗത്യം ഇതുതന്നെ. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ പ്രതീകാത്മകമായി വർണ്ണിക്കുന്ന 45-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ദേവമാതാവിനെ പറ്റിയുള്ള കുക്കുലിയോൻ നിന്നാൾ സ്തുതിയുടെ രാജമകൾ നമ്മൾ ചൊല്ലുന്നത്. സഭയുടെ പ്രതീകം എന്ന നിലയിൽ ഇവിടെ വിശുദ്ധ മാതാവിനെ കാണുന്നതോടൊപ്പം അവളുടെ സാന്നിധ്യം ആരാധനയിലുണ്ടെന്ന് അനുസ്മരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങൾക്കും മരിച്ചുപോയവർക്കും പുണ്യം നൽകണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തുതി.
സ്തോത്രം.